സൈന്യം ഇന്ന് മടങ്ങും. ലോറി കരയിലില്ലെന്ന് സൈന്യം. ഇനി പുഴ കേന്ദ്രീകരിച്ചുള്ള പരിശോധന. അർജുന് വേണ്ടിയുള്ള കാത്തിരിപ്പ് നീളുന്നു. റഡാറിൽ സിഗ്നൽ ലഭിച്ചു. 3 ലോറിയില്ല. കരയിൽ ലോറിയില്ല എന്ന കാര്യം സൈന്യം സ്ഥിരീകരിച്ചു. ഇനി ഗംഗാവാലി പുഴയെ കേന്ദ്രീകരിച്ചായിരിക്കും തെരച്ചിൽ. അർജുൻ്റെ കുടുംബം പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം പരിശോധന നടത്തിയെന്ന് സൈന്യം അറിയിച്ചു. ആദ്യഘട്ടത്തിൽ പരിശോധന നടത്തി മണ്ണ് നീക്കിയ സ്ഥലത്ത് വീണ്ടും സിഗ്നൽ ലഭിച്ചിരുന്നു. ഈ പ്രദേശവും രക്ഷാപ്രവർത്തകർ പരിശോധിച്ചു. റഡാർ സിഗ്നൽ ലഭിച്ച സ്ഥലത്തെല്ലാം പരിശോധന നടത്തിയെങ്കിലും പാറക്കല്ലാണ് കിട്ടിയതെന്ന് മഞ്ചേശ്വരം MLA KM അഷറഫ് പറഞ്ഞു. ചൊവ്വാഴ്ച രക്ഷാപ്രവർത്തനത്തിനായി 25 പേരടങ്ങുന്ന സംഘത്തിന് സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുമെന്ന് കർണാടക സർക്കാർ അറിയിച്ചു. കാൻബാർ യാത്രയിൽ ഹോട്ടലുകൾക്ക് പേര് പ്രദർശിപ്പിക്കണമെന്ന നിയമം ഉത്തരവിനെതിരെ പ്രതിപക്ഷം സുപ്രീം കോടതിയിൽ. ഉത്തർപ്രദേശിലെ കാൻബാർ യാത്രാ റൂട്ടിലെ ഭക്ഷണശാലകൾക്ക് ഉടമകളുടെയും ജീവനക്കാരുടെയും പേര് വിവരങ്ങൾ പ്രദർശിപ്പിക്കണമെന്ന പോലീസ് നിർദ്ദേശത്തിനെതിരായി സുപ്രീം കോടതിയിൽ ഹർജി. ഐഡന്റിറ്റി അനുസരിച്ചുള്ള ഒഴിവാക്കലുകൾ ഇന്ത്യൻ ഭരണഘടനാനുസൃതമായ കാര്യമല്ലെന്ന് ഹർജിക്കാർ കോടതിയിൽ പറഞ്ഞു. ഒരാൾ റെസ്റ്റോറൻറ്റിലേക്ക് പോകേണ്ടത് മെനു അനുസരിച്ചാണ്, അല്ലാതെ ആർക്കാണ് സേവനം നൽകുന്നത് എന്നത് ആശ്രയിച്ചല്ലെന്നും ഇത്തരം ഒരു നിർദ്ദേശം തന്നെ ഐഡന്റിറ്റി പ്രകാരമുള്ള ഒഴിവാക്കലാണ് ഉദ്ദേശിക്കുന്നതെന്നും ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ അഭിഷേക് സിംഗ്വി പറഞ്ഞു. ഹിന്ദുക്കൾക്ക് നൽകുന്ന ശുദ്ധമായ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റുകൾ ധാരാളമുണ്ട്. പക്ഷേ അവയിൽ മുസ്ലിം ജോലിക്കാരുണ്ടാകാം. ഭക്ഷണ പദാർത്ഥങ്ങൾ അവർ തൊടുന്നതിൽ ഞാൻ അവിടെ കഴിക്കില്ലെന്ന് എങ്ങനെ പറയാനാവുമെന്ന് സിംഗ്വി ചോദിച്ചു. മാതാപിതാക്കളുടെ ബലം നെഗറ്റീവ്. ആശ്വാസം. 13 പേരുടെ നീപ്പ സാമ്പിൾ പരിശോധനാ ഫലം. സമ്പർക്ക പട്ടികയിൽ 350 പേർ. പാലക്കാട്, തിരുവനന്തപുരം ജില്ലകളിലും. നീപ്പ സമ്പർക്ക പട്ടികയിലുള്ള 13 പേരുടെ പരിശോധനാ ഫലം പുറത്തു വന്നത് ആശ്വാസമായി. നെഗറ്റീവ് ആണെന്നാണ് അറിയുന്നത്. ആരോഗ്യമന്ത്രി അറിയിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് വൈറോളജി ലാബിലേക്ക് അയച്ച 9 സാമ്പിളുകളുടെ ഫലവും തിരുവനന്തപുരം തോന്നയ്ക്കൽ അഡ്വാൻസ്ഡ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചത് 4 സാമ്പിളുകൾ ഫലം ആശ്വാസം നൽകുന്നു. ഇതിൽ 6 പേർക്കാണ് രോഗലക്ഷണങ്ങൾ ഉള്ളത്. 3 പേർ സെക്കൻഡറി സമ്പർക്ക പരിപാടിയിൽ ഉൾപ്പെട്ടവർ മാത്രമാണ്. നീപ്പ ബാധിച്ച മരിച്ച വിദ്യാർത്ഥിയുടെ മാതാപിതാക്കൾക്ക് രോഗലക്ഷണങ്ങൾ ഇല്ലെന്നും അത് വലിയ ആശ്വാസമായി എന്നുമാണ് അറിയാൻ കഴിയുന്നത്. മുഖ്യമന്ത്രിയുടെ ശൈലിയല്ല പരാജയത്തിന് കാരണമെന്ന് CPM വിലയിരുത്തൽ. സർക്കാരിൻ്റെ ശൈലിയല്ല തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണമെന്ന് CPM വിലയിരുത്തൽ. സംസ്ഥാന സർക്കാരിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങളിൽ നേരിട്ട കാലതാമസമാണ് പരാജയത്തിന് പ്രധാന കാരണമെന്നാണ് CPM സംസ്ഥാന സമിതി യോഗം വിലയിരുത്തിയത്. മുഖ്യമന്ത്രിയുടെ ശൈലിക്കെതിരെ ജില്ലാ കമ്മിറ്റികളിൽ നിന്നടക്കം വിമർശനമുണ്ടായിരുന്നു. എന്നാൽ മുഖ്യമന്ത്രിയുടെ ശൈലിയല്ല പരാജയത്തിന് കാരണമെന്ന് CPM വിലയിരുത്തി. അതിനാൽ തെറ്റുതിരുത്തൽ നടപടിയും മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റം വേണ്ടെന്നാണ് പാർട്ടി തീരുമാനം. ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്ന് പാർട്ടി അകന്നുപോയി. യുവാക്കളുടെ അഭാവം കാരണമായതിനാൽ പാർട്ടി പ്രവർത്തനങ്ങളിലേക്ക് കൂടുതൽ യുവാക്കളെ ആകർഷിക്കാനുള്ള നടപടികൾ ഉണ്ടാകും. ഇതിനു മുൻപ് പാർട്ടി സെക്രട്ടറിയും നേതാക്കളും പറഞ്ഞ കാരണങ്ങളെല്ലാം തെറ്റായിരുന്നു എന്ന് വേണം ഇപ്പോൾ വിലയിരുത്തേണ്ടത്. പാർട്ടിക്കാർക്ക് ക്ഷേത്രത്തിൽ പോകാം, അതിനൊരു തടസ്സവുമില്ല. EPക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. TP വധക്കേസ് എല്ലാ പ്രതികൾക്കും ശിക്ഷ ആവശ്യപ്പെട്ട് അപ്പീൽ നൽകാൻ സർക്കാർ സുപ്രീം കോടതിയിലേക്ക്. TP കേസിൽ വിട്ടയക്കപ്പെട്ട പ്രതികൾ ഉൾപ്പെടെ എല്ലാവർക്കും ശിക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാൻ സർക്കാർ അഡ്വക്കേറ്റ് ജനറൽ K ഗോപാലകൃഷ്ണക്കുറുപ്പിനോട് നിയമോപദേശം തേടി. ഇതു സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തീരുമാനം നിർണായകം.
പ്രതികൾക്ക് സർക്കാരിൻ്റെ പിന്തുണയില്ലെന്ന സന്ദേശം പൊതുജനങ്ങൾക്ക് നൽകുകയാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. TP കേസിൽ നിരന്തരമായി സർക്കാരിനെയും CPM-നെയും പ്രതിപക്ഷം പ്രതിക്കൂട്ടിൽ നിർത്തുന്ന സാഹചര്യത്തിൽ ഏത് വിധേയനെയും ഇതിൽ നിന്ന് തലയൂരാൻ സർക്കാർ നീക്കം സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകി TP കേസിലെ രാഷ്ട്രീയ വിവാദങ്ങളിൽ പ്രതിരോധം ഒരുക്കാനാണ് ആലോചന. CPM-ൽ നിന്ന് ഉയർന്ന നിർദ്ദേശങ്ങളും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നേരിട്ട് തിരിച്ചടിയും ഇത്തരം ഒരു ചിന്തയ്ക്ക് കാരണമായി. കേസിലെ 9 പ്രതികൾക്ക് ശിക്ഷ വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ സർക്കാർ അപ്പീൽ നൽകിയിരുന്നു. 1 മുതൽ 8 വരെയുള്ള പ്രതികളെയും 11ാം പ്രതിയുടെയും ശിക്ഷ വർദ്ധിപ്പിക്കണമെന്നായിരുന്നു ആവശ്യം. കേസിൽ പ്രതികൾക്ക് വധശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ ആവശ്യം. എന്നാൽ ഹൈക്കോടതി വധശിക്ഷ ആവശ്യം തള്ളി 6 പ്രതികളുടെ ശിക്ഷ കോടതി ഇരട്ട ജീവപര്യന്തമാക്കി ഉയർത്തി. 12 പ്രതികൾ കുറ്റക്കാരാണെന്ന് ഹൈക്കോടതി വിധിച്ചത് വിചാരണ കോടതി വെറുതെ വിട്ട 10ാം പ്രതി CPM ഒഞ്ചിയം ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന KK കൃഷ്ണൻ, കുന്നോത്തുപറമ്പ് ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന ജ്യോതി ബാബു എന്നിവർ ഗൂഢാലോചന കേസിൽ പ്രതികളാണെന്ന് ഹൈക്കോടതി കണ്ടെത്തിയിരുന്നു. CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹനൻ അടക്കം 22 പേരെ വെറുതെ വിട്ടത് ബെഞ്ച് ശരിവയ്ക്കുകയും ചെയ്തു. ഇതിൽ P. മോഹനൻ രക്ഷപ്പെടുമോ എന്നതാണ് അറിയാനുള്ളത്. ബജറ്റിനോട് സഹകരിക്കണമെന്ന് പ്രതിപക്ഷത്തോട് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. രാജ്യത്തിൻ്റെ വികസനം കൂട്ടുത്തരവാദിത്തമാണെന്നും വിദ്വേഷം പ്രതിഷേധവും മാറ്റിവെച്ച് പ്രതിപക്ഷം ഇന്ന് അവതരിപ്പിക്കുന്ന ബഡ്ജറ്റിനോട് സഹകരിക്കണമെന്നും പ്രതിപക്ഷത്തോട് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. ജനങ്ങളുടെ ആവശ്യം നിറവേറ്റുന്ന ബജറ്റായിരിക്കും ഇന്ന് അവതരിപ്പിക്കുന്നതെന്നും അമൃതകാലത്തെ സുപ്രധാന ബജറ്റായിരിക്കുമെന്നും മാധ്യമങ്ങളോട് പറഞ്ഞു. 2047-ലേക്കുള്ള റോഡ് മാപ്പ് കൂടിയാണെന്നും ജനങ്ങളുടെ ആവശ്യം പൂർത്തീകരിച്ച് ഒരുമിച്ച് നീങ്ങണമെന്നും പറഞ്ഞു. ശക്തമായ പ്രതിപക്ഷത്തിനും ഘടകകക്ഷിക്കുമിടയിൽ സമ്മർദ്ദം നേരിടുന്ന 3ാം മോദി സർക്കാരിന് ആദ്യ വെല്ലുവിളിയായി പാർലമെൻറ്റ് ബജറ്റ് സമ്മേളനം. പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാതെ BJPക്ക് കനത്ത വെല്ലുവിളിയാണ്. മോദിയുടെ കഴിഞ്ഞ 10 വർഷത്തെ കാലത്തെ നടപടികൾ മറക്കാൻ പ്രതിപക്ഷം തയ്യാറാകുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു.